വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള കാര്യം എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ ഞാൻ കീപ്പ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഇടയ്ക്ക് എടുത്ത് ഓടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വണ്ടി ഒന്ന് എടുത്തു ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഞാൻ ആ ഒരു ന്യൂസ് വീഡിയോ ചെയ്തത് ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ മുന്നിൽ നിന്നിട്ടാണ്. അപ്പോൾ അതിന് താഴെ വന്നിട്ട് കുറേ പേര് പറഞ്ഞു അങ്ങനെ ഗ്രീൻ സ്ക്രീൻ ചെയ്യരുത്, അത് അത്ര രസമില്ല, ഒരു മൂവ്മെന്റ് ഇല്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് വണ്ടി ഓടിച്ചുകൊണ്ടാവാം. വണ്ടി ഓടിച്ചുകൊണ്ടാകുമ്പോൾ വണ്ടി ഓടിക്കുന്ന ഒരു സുഖം എനിക്കുണ്ട്, AC-യുടെ ഒരു കൂളിംഗ് ഉള്ളതുകൊണ്ട് വലിയൊരു ഡിസ്കംഫേർട്ട് ഇല്ല. അത് മാത്രമല്ല, കാര്യങ്ങൾ വൃത്തിയായിട്ട് പറയുകയും ചെയ്യാലോ. അപ്പോൾ അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയേക്കാണ്. കുറച്ച് വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് കാറും എടുത്ത് ഇറങ്ങിയേക്കാണ്. അപ്പോൾ കാറും എടുത്ത് ഇറങ്ങിയേക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ കാർ തന്നെയാണ്. ഒരിത്തിരി എയർ കമ്മിയതുകൊണ്ട് എയർ അടിക്കണം, രാത്രി അടിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ആമസോൺ ബേസിക്സിൻ്റെ ആ ഒരു കംപ്രസർ വാങ്ങി വെച്ചിട്ട് വണ്ടിക്കകത്ത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, വേണമെങ്കിൽ വാങ്ങിക്കോളൂ. അതായത് ഉപകാരപ്പെട്ടേ. അപ്പോൾ വാർത്തകൾ എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ വണ്ടി എത്ര വണ്ടി ഡിസ്പാച്ച് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു സെയിൽസ് ചാറ്റിൻ്റെ അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് ഒരുവിധം വണ്ടിനിപ്പോൾ കമ്മിങ് മന്ത്സ്, അതായത് ഇപ്പോൾ ജൂൺ തന്നെ വേണമെങ്കിൽ പറയാം, ജൂൺ ജൂലൈ ആ മാസങ്ങളിൽ കുറച്ച് വണ്ടികൾ വരാനുണ്ടെന്ന് പറയുമ്പോൾ ലോഞ്ച് ചെയ്യാനും മീഡിയ ഡ്രൈവിൽ സംഭവിക്കാനൊക്കെ സാധ്യതയുള്ള കുറച്ച് വണ്ടികളുണ്ട്. ആ വണ്ടികളെ കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് ആ വണ്ടികളെ കുറിച്ച് സംസാരിക്കാം. വണ്ടിപ്രാന്തന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 വണ്ടികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 6 വണ്ടികൾ എന്ന് പറയുമ്പോൾ, ഇനി ഇറങ്ങാൻ പോകുന്ന വണ്ടികളിൽ 6 വണ്ടികൾക്ക് അത്യാവശ്യം ഒരു റിലവൻസ് ഉണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന വണ്ടികളുണ്ട്. അതുമാത്രമല്ല, പരസ്യങ്ങളൊക്കെ ചെയ്ത് ഹൈപ്പ് ചെയ്ത് വെച്ച വണ്ടികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വണ്ടികളുണ്ട്, എല്ലാവരും കൗതുകത്തോടെ കാത്തിരിക്കുന്ന വണ്ടികളുണ്ട്. വന്നില്ലെങ്കിൽ ആ ഒരു മൈൻഡിലെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പറയുന്ന ഏത് വണ്ടിയെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കൂടി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് സ്കോർപിയോയുടെ ആ ഒരു കാര്യമാണ് പറയുന്നത്, സ്കോർപിയോ എൻ. ഈ സ്കോർപിയോ എൻ എന്ന് പറയുന്ന വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു സ്കോർപിയോയുടെ ഒരു പുതിയ രൂപമായിട്ടല്ല വരുന്നത്. ഒരു പഴയ സ്കോർപിയോ അവിടെ തന്നെ കീപ്പ് ചെയ്ത് ആൾ ടുഗദർ പുതിയ പ്രൊഡക്റ്റ് ആയിട്ടാണ് സ്കോർപിയോ എന്നെ ഇറക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അതായത് സ്കോർപിയോ എൻ എന്നും സ്കോർപിയോ ക്ലാസിക് എന്നും 2 വണ്ടികളായിട്ടാണ് സ്കോർപിയോ ഉണ്ടാവുക പറയുന്നത്. അപ്പോൾ പുതിയ സ്കോർപിയോയിൽ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സ്പെക്ക് ഞാൻ കണ്ടായിരുന്നു. സ്പെക്ക് കാണുകയെന്ന് പറയുമ്പോൾ നമ്മൾ പല വാർത്തകളും നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇന്റീരിയർ ഷോട്ട്സും അല്ലെങ്കിൽ എന്താ പറയുക എക്സ്റ്റീരിയർ ഷോട്ട്സും ഒക്കെ നമ്മൾ കണ്ട പോലെ തന്നെ സ്പെക്കും അങ്ങനെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പെക്കിൽ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, താറുണ്ടല്ലോ, മഹേന്ദ്ര താറ് പോലെ പെട്രോളും ഡീസലും എഞ്ചിനായിട്ടാണ് ഈ ഒരു വണ്ടി വരുന്നത്. താറിന്റെ പ്ലാറ്റ്ഫോം തന്നെയാണല്ലോ സ്കോർപിയോ പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു സ്കോർപിയോക്കകത്ത് വരുന്ന പെട്രോൾ എഞ്ചിൻ ഒരു പുതുമയായിട്ട് പറയാം. കാരണം പഴയ സ്കോർപിയോക്ക് പെട്രോൾ എഞ്ചിൻ ഇല്ലല്ലോ. അപ്പോൾ പുതിയ സ്കോർപിയോ എൻ വരുമ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ ഉണ്ടെന്ന് മാത്രമല്ല 200 bhp ഒന്നുമില്ല, XUV 700 പോലെ. എനിക്ക് തോന്നുന്നു 170 PS എങ്ങാണ്ടാണ് അതിൻ്റെ ഒരു പവർ പറഞ്ഞിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, കാരണം 170 PS എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവറാണ് പെട്രോളിന്, ടർബോ പെട്രോളിന് പ്രത്യേകിച്ചും. പിന്നെ ബോഡി ഓൺ ഫ്രെയിം വണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ ചേസിന് മുകളിൽ വണ്ടിയാണ്, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യം മാത്രമേ കുറച്ച് സ്കെപ്റ്റിക്കലുള്ളൂ. പക്ഷെ അത് കാര്യമാക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. കാരണം താറാക്കിയപ്പോഴും ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഒന്നും വലിയ കാര്യമായിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ വണ്ടി ഓടിച്ചപ്പോൾ നമ്മൾ ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി നോക്കി, അതായത് എത്ര ഉണ്ടെന്നൊക്കെ. ഒരു 10-ൽ താഴെയൊക്കെയാണ് അതിൻ്റെ ഒരു ഓവറോൾ മൈലേജ് എനിക്ക് കിട്ടിയതെന്ന് ഓടിച്ചപ്പോൾ. എന്തായാലും വീഡിയോ ചെയ്തിട്ടുണ്ട്, പെട്രോളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീസലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോകളും ചാനലുണ്ട്, ചാനലിലേക്ക് മതി. അപ്പോൾ XUV 700 ഒരു പൊസിഷനിങ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ബോഡി ഓൺ ഫ്രെയിം ആയിട്ടുള്ള സ്കോർപിയോയും മോണോക്കൊക്കെ XUV 700 അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ XUVയുടെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു USP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കാൻ ഫണ്ണുണ്ട്, പെട്രോൾ ഡീസൽ എഞ്ചിനുകളുണ്ട്, 7 സീറ്റുകളുണ്ട്. പുതിയൊരു വണ്ടിയായിട്ട് വന്നപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. പഴയ XUV നമുക്കറിയാം, നമ്മുടെ കയ്യിൽ XUV 500 W11 ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു XUV ആയിട്ട് താരതമ്യം ചെയ്യാൻ ശ്രമിച്ചാൽ പുതിയ XUV 700 എന്ന് പറഞ്ഞാൽ കാതങ്ങൾ അകലെയാണെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു വലിയ സ്ക്രീനിനെ ഒന്നും അല്ല ഉദ്ദേശിച്ചത്, എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ തന്നെ എടുത്താൽ മതി. ഇപ്പോൾ പവർ ആണെങ്കിലും 200 bhp എന്ന് പറയുമ്പോൾ പെട്രോൾ എഞ്ചിന് അത്യാവശ്യം നല്ല പവറാണ് SUV കമ്പയർ ചെയ്യുമ്പോൾ. വില കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി, വില കൂടുതലാണെന്നും പറയാൻ പറ്റില്ല. കാരണം 200 bhpക്ക് ആ ഒരു വില എനിക്ക് ജസ്റ്റിഫൈഡ് ആണ് ഇപ്പോഴത്തെ ഒരു പ്രൈസൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഇരിക്കാനുള്ള സീറ്റിന്റെ ഒരു കംഫർട്ട് ഒക്കെ തന്നെ കൂടുതലായിരുന്നു. ഓടിക്കാൻ നല്ല രസമുള്ള ഫൺ ഫാക്ടർ ഉണ്ട്. സിഗരറ്റ് കാണാൻ ടൈമിംഗ് ഒക്കെ നോക്കിയാലും പറന്ന് കയറി പോകുന്ന ഒരു വണ്ടി എന്നൊക്കെ നിലയ്ക്ക് XUV 700 കാണാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇപ്പോൾ സ്കോർപിയോ വരുമ്പോൾ നമുക്കൊരു ഒത്തിരി പ്രതീക്ഷ ഉണ്ടല്ലോ. കാരണം താറെന്ന് പറയുന്നത് ശരിക്കും ഒരു നീഷ് വണ്ടിയാണ്. നീഷ് വണ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഓഫ് റോഡൊക്കെ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുമ്പോൾ ബാക്ക് സീറ്റിലധികം ആളുകൾക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ബാക്ക് സീറ്റിൽ 2 പേർ കഷ്ടിമുഷ്ടി ഇരിക്കാനേ പറ്റും. അതായത് ആ സീറ്റിന്റെ മെറ്റീരിയലും തൈ സപ്പോർട്ടും ഒക്കെ തന്നെ ഷോക്കാണ്. അപ്പോൾ 2 പേർക്ക് ഓടിക്കാൻ, അത് 2 പേർക്ക് 2 സീറ്റർ എന്ന നിലയ്ക്കാണ് താറിനെ ഞാൻ കാണുന്നത്. 2 സീറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള SUV, അതായത് ഓഫ് റോഡ് എത്ര വേണമെങ്കിൽ ചെയ്യാം. പിന്നെ
യാത്ര ചെയ്യുമ്പോൾ രണ്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ ഹാർഡ് ടോപ്പ്, സോഫ്റ്റ് ടോപ്പ് കൂടാതെ ഒരു കൺവേർട്ടബിൾ ഉണ്ട്. കൺവേർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല, പൂർണ്ണമായി കൺവേർട്ടബിൾ അല്ലെങ്കിൽ കൂടി കൺവേർട്ടബിൾ കൂടി ഉണ്ട്. ആ വണ്ടി ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ടാർപ്പായ കിടന്ന് അടിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 100+ സ്പീഡൊക്കെ താറിനൊരിത്തിരി ഓവർക്കില്ലാണെന്ന് തോന്നി ഓടിച്ചപ്പോൾ, ആ ഒരു സൗണ്ട് കാരണം. സോഫ്റ്റ് ടോപ്പിന്, ഹാർഡ് ടോപ്പിന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ സ്കോർപ്പിയോ ആയിട്ട് വരുമ്പോൾ സ്കോർപ്പിയോയുടെ വലിപ്പവും പാൾട്രാസിൻ്റെ ഒക്കെ ഒരു വലിപ്പമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്നാ ഒരു പോണ്ടിച്ചേരി ട്രിപ്പിൽ കണ്ടു നടന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വലിപ്പമായിട്ട് വരുമ്പോൾ, പ്രോപ്പറായിട്ടുള്ളൊരു SUV ആയിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി 3 സ്പീഡൊക്കെ സുഖകരമായിട്ട് ഓടിക്കാൻ പറ്റിയ, എന്നാൽ താറിൻ്റെ സ്വഭാവ സവിശേഷതകളുള്ളൊരു SUV എന്ന നിലയ്ക്കൊക്കെ സ്കോർപ്പിയോ കാണാം. അപ്പോൾ സ്കോർപ്പിയോ എന്ന് പറയുന്ന വണ്ടി ആ ഒരു നിലയ്ക്ക് അത്യാവശ്യം റെലവൻറ്റ് ഉള്ള വണ്ടിയാണ്. ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് XUV വാങ്ങുന്ന ആളുകൾ എന്തായാലും ഓഫ് റോഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഈവൻ ദോ ആ ഒരു ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികൾ മോണോക്കൊക്കെ ആയിട്ട് തന്നെ ഓഫ് റോഡൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അതുകൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഓഫ് റോഡർ അല്ലല്ലോ എന്തായാലും. അങ്ങനെ നോക്കുമ്പോൾ ഓഫ് റോഡിന് വേണ്ടി താറ് ഓടിക്കണം, സാധാരണ സുഖകരമായിട്ട് ഓടിക്കാനായിട്ട് XUV ഓടിക്കണം. ഈ രണ്ട് വണ്ടികളും കമ്പൈൻ ചെയ്ത് സ്കോർപ്പിയോ കിട്ടുമ്പോൾ ആ ഒരു സ്കോർപ്പിയോ ഒരു എന്താ പറയുക പ്രത്യേകത ഉണ്ട് തോന്നുന്നില്ലേ, ആ ഒരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ സ്കോർപ്പിയോ വരട്ടെ. ഇപ്പോൾ ബിഗ് ഡാഡി എന്നൊക്കെ പറയുമ്പോൾ പരസ്യമൊക്കെ കണ്ടു. അതുപോലെ നമ്മുടെ ആനന്ദ് മഹേന്ദ്ര TT അണുബോംബിന് മാത്രമേ ആ വണ്ടി തകർക്കാൻ പറ്റുന്നൊക്കെ. അത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു സിനിമകളിലൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണല്ലോ സ്കോർപ്പിയോ. ഇപ്പോൾ വില കുറഞ്ഞ വണ്ടി കിട്ടും എന്നുള്ള നിലയ്ക്കൊക്കെ സ്കോർപ്പിയോകളും സുമോയൊക്കെ തന്നെയാണ് ഈ ഒരു ഇടിച്ചു പൊളിക്കാനും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് സിനിമയിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആ ഒരു ഫിലിം ഡയറക്ടറോട് പുള്ളി ട്വീറ്റ് ചെയ്ത് അങ്ങനെ അനുഭവം വിട്ടാൽ മാത്രമേ തകരുള്ളൂ എന്നുള്ളത്. അപ്പോൾ സ്കോർപ്പിയോ നമുക്ക് വിടാം. സ്കോർപ്പിയോയുടെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞല്ലോ. ചെസ് നമ്പർ 2 എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി പ്രത്യേകതകളുള്ളൊരു വണ്ടിയാണത്. അതായത് മാരുതി സുസുക്കി വിറ്റാര ബ്രസയുടെ അടുത്ത ജനറേഷൻ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ശരിക്കും കണ്ടപ്പോൾ ആ ബോർഡർ മുകളിൽ തന്നെ ഒരു മോഡിഫിക്കേഷൻ ഇതുപോലെ തോന്നിയത്. എന്നാലും ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും ആ 1.5 എഞ്ചിനൊക്കെ തന്നെ ഏത് നിലയ്ക്കായിരിക്കും ഇതിനകത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവാന്ന് അറിയാനായിട്ടൊരു കൗതുകമുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ XL6 ആണെങ്കിലും എത്തിക്കാണെങ്കിലും വലിയ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തരുന്നില്ല വണ്ടി. അതായത് ഒരു പീപ്പിൾ മൂവർ നിലയ്ക്ക് തന്നെ കാണാൻ പറ്റും. ഞാൻ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ബ്രസയിൽ വരുമ്പോൾ ട്യൂണിങ് മാറ്റുമോ, അതല്ല സെയിം ട്യൂണിങ് തന്നെ ആയിരിക്കുമോ, ആ ട്യൂണിങ് ഈ ഒരു ബ്രസയിൽ വരുമ്പോൾ ഓടിക്കാൻ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള ഒരുപാട് കൗതുകങ്ങളുണ്ട്. സൺറൂഫിന്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് ബ്രസയ്ക്ക് സൺറൂഫ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട ബ്രസയ്ക്ക് സൺറൂഫ് ഇല്ല. നോക്കാം നമുക്ക്. അത് മാത്രമല്ല വണ്ടിപ്രാന്തനെ സംബന്ധിച്ച് ഒരു ചുവടുവെപ്പ് കൂടെയാണ് വിറ്റാര ബ്രസ. അത് വഴിയാ പറയാം. അപ്പോൾ വിറ്റാര ബ്രസ കൂടി വരട്ടെ. ഇപ്പോൾ 1.5 പെട്രോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വിറ്റാര ബ്രസയുടെ ഒരു പോരായ്മ കേട്ടോ. അത് പോരായ്മ പോയതല്ല, മാരുതിയിൽ എല്ലാവരും ആ പോരായ്മ ഉണ്ട്. കാരണം ആ ഒരു MPVക്ക് പോലും ഡീസൽ എഞ്ചിൻ ഇല്ലല്ലോ. ഡീസൽ എഞ്ചിൻ ആവശ്യമായിരുന്നു. കാരണം കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് എക്കണോമിക്കലായിട്ട് ഓടിക്കാൻ ഡീസൽ എഞ്ചിൻ വേണമെന്നുള്ളത്. പിന്നെ CNG ഉണ്ടെന്നൊക്കെ പറയാം. CNGയുടെ കാര്യം വിറ്റാര ബ്രസയിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ വിറ്റാര ബ്രസയുടെ വരവ് ഒരിത്തിരി കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. അത് വണ്ടിയെ കുറിച്ച് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടെയാണ്. അപ്പോൾ ജിംനിയുടെ കാര്യം പറയട്ടെ. ജിംനിയുടെ കാര്യം പറയാൻ പറഞ്ഞാൽ ജിംനി വരുന്നു എന്നുള്ളത് ഇപ്പോൾ പുലി എന്ന് പറയുന്ന പോലെ കൊല്ലങ്ങളായിട്ട് വരുന്ന കാര്യമാണ്. പക്ഷെ ജിംനി ഇപ്പോഴും ചാലുവായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഈയിടെ 1-2 പോർട്ടലിലൊക്കെ കണ്ട വാർത്ത ജിംനി വരുന്നു താറിനെതിരായിട്ട് നിൽക്കണം. അപ്പോൾ എന്താണ് ഒരു കാണിച്ചു വെച്ചാണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. വരികയാണെങ്കിൽ വരട്ടെ അല്ലേ, നല്ല ഒരു കാര്യമായിട്ട് കാണാം. ബോഡി ഓൺ ഫ്രെയിം മാരുതി കൊള്ളാം. ഇപ്പോൾ ഇഗ്നിസൊക്കെ പോലുള്ള വണ്ടികൾ 4x4 അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വണ്ടികളൊക്കെ ഉണ്ട് പുറത്തൊക്കെ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇന്ത്യക്ക് കിട്ടാത്തത്. ഇന്ത്യയിൽ എല്ലാവരും എഫിഷ്യൻസി എക്കണോമിക്കലായിട്ട് ഓടിക്കുക എന്നുള്ള കാര്യങ്ങൾ മുന്നിട്ട് നിർത്തി വണ്ടി വാങ്ങുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ജിംനി പോലുള്ളൊരു വണ്ടി ഒരു നീഷ് വണ്ടിയാണല്ലോ. അപ്പോൾ അതൊരു ബോഡി ഓൺ ഫ്രെയിം ആയിട്ടൊരു കുഞ്ഞ് ഓഫ് റോഡർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ആ വണ്ടി ആകർഷിക്കും. പക്ഷെ ആകെയുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ വലിച്ചു നീട്ടിയാണത് വരുന്നെങ്കിൽ ഒരുമാതിരി ആ ഒരു ഡാഷ് ഡോഗിന്റെ ഷേപ്പായി പോകുന്നുള്ളൊരു പേടി കൂടി എനിക്കുണ്ട്. ഇപ്പോൾ ഡാഷ് ഡോഗ് തന്നല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, വണ്ടിയായിട്ട് വരുമ്പോഴേ ആ ഒരു പ്രപ്പോർഷൻ ശരിയാവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംശയം കൂടി എനിക്ക് തോന്നിയിട്ടുണ്ടാവും. നോക്കാം, വരുമായിരിക്കും. പിന്നെ വരാനുള്ളത് സിട്രോൺ C3 ആണ്. സിട്രോൺ C3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീഡിയ ഡ്രൈവ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു കുഞ്ഞു വണ്ടി ഇപ്പോൾ വെന്യൂ അല്ലെങ്കിൽ നമ്മുടെ സോണറ്റ് അങ്ങനെയുള്ള വണ്ടികളായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിരിക്കും മിക്കവാറും ആ വണ്ടിയുടെ ഒരു പ്രൈസിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തോന്നുന്നു. അപ്പോൾ വലിയ കാര്യമായിട്ട് എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട. അതായത് പുറത്ത് കിട്ടുന്ന വണ്ടിയൊന്നുമല്ല നമുക്ക് കിട്ടുക. പുറത്ത് കിട്ടുന്ന വണ്ടി എന്ന് ഞാൻ ഊന്നി പറയാനുള്ള കാര്യം, നമ്മുടെ ഗ്രാൻഡ് ടൂറിൽ ഒരു C3 വെച്ച് കപ്പല് പുള്ളി എന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ C3യോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. C3 വരുന്നു. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എവിഡന്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ യൂറോ സ്പെക്കുള്ള C3 ഒന്നും ഇന്ത്യക്ക് വേണ്ടി വരില്ല. കാരണം ഒന്നാമത്തെ അതിന് വാങ്ങാൻ മാത്രം ആളുകൾ തയ്യാറാവില്ല. അത്രയും വില കൊടുക്കണമെന്നുള്ളത് ആലോചിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഒരു C3 എന്ന് പറയുമ്പോൾ എല്ലാം വെട്ടിച്ചുരുക്കി ഒരു സാധാരണ വണ്ടി നിലയ്ക്കായിരിക്കും.
എന്തായാലും വരട്ടെ, വന്നിട്ട് നോക്കാം. അപ്പോൾ ഞാൻ സ്പൈപിക്സ് കണ്ടൊരു കാര്യം എന്നൊക്കെ പറയുമ്പോൾ പിന്നിൽ വൈപ്പറൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ മൊത്തത്തിലൊരു ചീപ്പ് ലുക്ക് ആവുമോ എന്നുള്ളത് പറയേണ്ടതുണ്ട്. എന്തായാലും C3 കൂടി വരുമെന്നുള്ളതൊരു പ്രതീക്ഷയാണ് ഈ ഒരു വരുന്ന മാസങ്ങളിൽ. ഇനി ഏതാ വണ്ടി വരാനുള്ളത്? ഇനി ഗസ് ഞാൻ പറയുന്നതിന് മുന്നേ താഴെ കമന്റ് ചെയ്യോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. ഒന്നെന്ന് പറയുന്നതേ നമ്മുടെ വെന്യൂടെ ഫേസ് ലിഫ്റ്റാണ്. വെന്യൂടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹുണ്ടായി വെന്യൂടെ ഫേസ് ലിഫ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹുണ്ടായി വെന്യൂ എന്ന് പറയുന്നത് സോണറ്റിന്റെ ഒരു സഹചാരി എന്നൊക്കെ വിളിക്കാവുന്ന വണ്ടിയാണല്ലോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഒരു ഓഡിയൻസ് ഒക്കെ ഉണ്ട്. അതായത് 1.2 1.5 എഞ്ചിനുകളായിട്ടായിരിക്കും പുതിയ വെന്യൂ വരാമെന്ന് കേൾക്കുന്നു. അപ്പോൾ 1 ലിറ്റർ ടർബോ പെട്രോളും 1.5 ഡീസലും 1.2 പെട്രോളും എഞ്ചിനായിരിക്കും എന്ന് കരുതാം. അപ്പോൾ 1.4 പെട്രോൾ കിട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നി. പക്ഷേ 1.4 പെട്രോൾ കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ക്രെറ്റയ്ക്ക് വേണ്ടി അത് അവിടെ തന്നെ കീപ്പ് ചെയ്യായിരിക്കും. എന്തായാലും വെനുവിന്റെ പുതിയ ലുക്കൊക്കെ കണ്ടിട്ട് ഒരു കൗതുകമൊക്കെ തോന്നുന്നുണ്ട്. അതായത് വലിയൊരു ഗ്രില്ലും കുറെ ഡയമണ്ട് പോലെ വെച്ച ഗ്രില്ലൊക്കെ കണ്ടിട്ട് ഒരു കൗതുകമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ആ കൗതുകം എന്ന് പറയുന്നത് വണ്ടി നേരിട്ട് കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇത്തിരി ഒരു ബ്ലിങ്കി ഫേസ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ വരട്ടെ, വെന്യൂ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. കിയയുടെ EV6 എന്ന വണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇനി കിയയുടെ EV6 കൂടി ലിസ്റ്റ് പെടുത്താവുന്ന ഒരു വണ്ടിയാണല്ലോ. കിയയുടെ EV6 എനിക്ക് ഓടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ വണ്ടി ഞാൻ കണ്ടു, പേഴ്സണലി പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഫ്യൂച്ചർ കാറിന്റെ ഒരു ലുക്കുള്ളൊരു വണ്ടിയാണ് EV6. എനിക്ക് EV6ന്റെ ഫ്രണ്ടിനേക്കാൾ കൂടുതൽ പിൻഭാഗമാണ് ഇഷ്ടപ്പെട്ടത്. അതായത് ആ ഒരു ഇലക്ട്രിക്കൽ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ചാർജിങ് പോർട്ടും കൂടാതെ കാഴ്ചക്കുള്ള ഭംഗിയൊക്കെ നന്നായിരുന്നു. കൂടാതെ സീറ്റിന്റെ കാര്യം പറയുമ്പോൾ 2 സീറ്റിന് റെസ്റ്റിംഗ് പൊസിഷനൊക്കെ കണ്ടു. അതായത് ഫ്രണ്ടിൽ 2 സീറ്റിന് റെസ്റ്റ് ചെയ്യാൻ, ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തായാലും റെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് കേക്ക് അറിയാൻ തോന്നുന്നു. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് പൊസിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിന്റെ ഒരു രൂപം ഒരു ഇത്തിരി പുതുമ തോന്നി. അതായത് ഇപ്പോൾ ഹുണ്ടായി അയോണിക്കായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കിയ EV6 കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നി. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ അയോണിക് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള കാറിന്റെ ലുക്കുള്ള ഒരു വണ്ടിയാണെങ്കിൽ ഈ ഒരു EV6 എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആയിട്ട് തോന്നിയത്. അങ്ങനെ പറയുമ്പോൾ ഒരു ലുക്ക് സാധാരണ കാർ ലുക്ക് അല്ലാത്തൊരു ലുക്ക്. ഇപ്പോൾ ഒരു ആസ്റ്റിൻ മാർട്ടിനിഷ് റിയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ, ഒരു ഇത്തിരി കൗതുകത്തിൽ അല്ലെങ്കിൽ ഒത്തിരി എക്സാജറേറ്റ് പറയുമ്പോൾ. എന്നാലും ആ EV6 കാണാൻ നല്ല ഭംഗിയുള്ളത്. പിന്നെ EV6ന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ എഞ്ചിൻ പറയാൻ പറ്റില്ല, ഇലക്ട്രിക് അല്ലേ. അപ്പോൾ മോട്ടറിന്റെ കാര്യം പറയുമ്പോൾ 3 മോട്ടറുകളുള്ള ഓൾ വീൽ ഡ്രൈവും സിംഗിൾ മോട്ടറുള്ള ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് 2 വേരിയന്റ് ഉണ്ട്. പിന്നെ കൗതുകം എന്ന് പറയാൻ വഴി ആ ഒരു വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് 3 ലക്ഷം രൂപ വേണം. ബുക്കിംഗ് ക്യാൻസൽ ആണെങ്കിൽ 50,000 രൂപ അവിടെ പിടിക്കുന്നൊക്കെയുള്ള ഒരു വാർത്തയൊക്കെ ഉണ്ടാവും. അതായത് ആ ഒരു ബുക്കിംഗ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബുക്കിംഗ് വന്നതിന് ശേഷം വില കൂടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ വണ്ടി വേണ്ടാന്ന് ചില കാശിന്റെ കാരണം കൊണ്ട് മാത്രമല്ല വണ്ടി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, 50,000 പോവും. അതൊരു പ്രശ്നമാണ്. എന്തായാലും EV6 കൂടി ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കിയ EV6ന്റെ കാര്യമാണെങ്കിലും സിട്രോൺ C3യുടെ കാര്യമാണെങ്കിലും സ്കോർപിയോയുടെ കാര്യമാണെങ്കിലും അതല്ല ബ്രസയാണെങ്കിലും വെന്യൂ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എന്തായാലും ഈ വണ്ടിയുടെയൊക്കെ വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി വരുമ്പോൾ അതിനനുസരിച്ച് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാർത്തകൾ മാത്രമല്ല, കൗതുകകരമായ വാർത്തകൾ കൂടി പറയണം. അതായത് ബഹാമാസിൽ ഒരു പാസഞ്ചർ സെസ്ന കാരവൻ ലാൻഡ് ചെയ്താൽ നിങ്ങൾ കേട്ടോ. അപ്പോൾ ഒരു സാധാരണ ആൾക്ക് എങ്ങനെ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യാന്നുള്ളത് ഒരു ടീം വർക്കൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അതിനെ കാണാൻ തോന്നുന്നു. അതായത് ഞാനും വീഡിയോ കണ്ടതാണ്, ഞാൻ ഈ വാർത്ത വായിച്ചിട്ടായിരുന്നു. അത് മാത്രമല്ല മെൻഡർ പൈലറ്റിൽ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി കിട്ടി. അതായത് സെസ്ന കാരവാൻ പോലുള്ള ഒരു ചെറിയ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്, ആ ഒരു ഫ്ലൈറ്റ് 6 പേരിരിക്കുന്ന ഫ്ലൈറ്റാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ഫ്ലൈറ്റോ അതിന് 8 പേര് സീറ്റുള്ള ഒരു സീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഫ്ലൈറ്റ് ഒരു പാസഞ്ചർ ആ പൈലറ്റിന് എന്തോ ഹാർട്ടിന് പ്രശ്നം വന്ന് പുള്ളി അൺകോൺഷ്യസ് ആയപ്പോൾ പോയി ലാൻഡ് ചെയ്തൊരു കഥ നിങ്ങൾ കണ്ടു കാണും. കഥയല്ല, സംഭവം നിങ്ങൾ കണ്ടു കാണും. അതിൽ 2 പേരാണ് യാത്രക്കാരനായിരുന്നു. പെട്ടെന്ന് പുള്ളിക്ക് അങ്ങനെ പറ്റിയപ്പോൾ ഒരു സാധാരണ ആള്, അതൊരു യാത്രക്കാരൻ, പുള്ളി ഫ്രീക്വന്റ് ഫ്ലൈ ചെയ്യുന്ന ആളായിരുന്നു എന്നുള്ളത് മാത്രമാണ് പുള്ളിക്ക് ഒരു ഫ്ലൈറ്റ് ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. എന്നാലും പുള്ളി അത് മനോഹരമായിട്ട് ലാൻഡ് ചെയ്തു എന്നുള്ളത് ഒരു കാര്യമായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടോറിയൽസ് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ പോലുള്ള ഗെയിംസ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ ഉപകാരപ്പെടുമോ എന്നുള്ളൊരു കാര്യമായിട്ട് ഇങ്ങനെ തോന്നി. അതായത് ഒരു കൗതുകമുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരാളങ്ങനെ ചെയ്തപ്പോൾ അതൊരു നല്ലൊരു എന്താ പറയുക, ഒരു പാഠമാണ്. നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യണം, എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. എപ്പോഴാണ് എന്താണ് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിലൂടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കൗതുകങ്ങൾ കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു കൗതുകത്തിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. അതായത് ഈ ഒരു 5 വണ്ടികളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ 5 വണ്ടികളിൽ EV6 എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു പെർഫോമൻസ് മാറുകയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പെർഫോമൻസും കൂടുതൽ റേഞ്ചും നമുക്ക് കിട്ടുമെന്നുള്ളത് ഗുണമായിട്ട് തോന്നി. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ന്യൂസുകളും കൗതുക വാർത്തകളൊക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് ഒന്നെ കരുതാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ ഇന്ധനം, അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.